Hello, welcome back to Xylem learning. So, da ini nammal ellarum wait ചെയ്തിരിക്കുന്നത് എല്ലാരും പറയുന്ന പോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമിനെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ബേസിക് സയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി ക്രിസ്മസ് എക്സാമിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് സീഡ് ഓഫ് ലൈഫ്, ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. കാരണം നമ്മൾ വിചാരിക്കും ആ ഓണപരീക്ഷയ്ക്ക് ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ക്രിസ്മസ് എക്സാമിന് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ മക്കൾക്ക് ഉണ്ടാവും. പക്ഷേ ഡെഫിനറ്റ്ലി ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എവിടെ ഉണ്ടാവും? നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവും. അപ്പോൾ ആ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. യെസ്, നമ്മൾ അവിടെ റൂട്ടിനെ പറ്റി പഠിക്കുന്നുണ്ട്, ലീഫിനെ പറ്റി പഠിക്കുന്നുണ്ട്, കോട്ടിലിടനെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ മൂന്നാളുകളും തമ്മിലുള്ള റിലേഷൻ, ബന്ധം എന്താണ്? നമ്മുടെ വേരും ഇലയും ബീജപത്രവും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഉണ്ട്, ആ ഒരു ലിങ്ക് ഉണ്ട് അല്ലേ. ആ ലിങ്ക് എന്താണെന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. കാരണം അതറിയാമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ യെസ്, ദാ പടലങ്ങൾ അല്ലേ, റൂട്ട് സിസ്റ്റം ആണ്. അപ്പോൾ അത് കണ്ടാൽ നമുക്കറിയാം രണ്ട് തരം വേരുപടലങ്ങളുണ്ട് അല്ലേ. ആ ചിത്രം നോക്കുന്ന സമയത്ത് തന്നെ നമുക്കതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദാ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ടാപ്പ് റൂട്ട്, തായ് വേരാണെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ നാരുവേര് പടലമാണ്, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ്. അപ്പോൾ ഒരു റൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റെമ്മിൽ നിന്ന് ദാ ഇങ്ങനെ വലിയൊരു ടാപ്പ് റൂട്ട് താഴേക്ക് വന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചുകൾ പോവുകയാണെങ്കിൽ യെസ്, സ്റ്റെമ്മ് ദാ ഇങ്ങനെ നേരെ താഴേക്ക് വളരുന്നു. അതിനകത്ത് നിന്ന് എന്ത് ചെയ്യാണ്? കുഞ്ഞു കുഞ്ഞ് ശാഖകൾ അല്ലേ, ബ്രാഞ്ചുകളായിട്ട് വേരുകൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ ടൈപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടാപ്പ് റൂട്ട് സിസ്റ്റം അഥവാ തായ് വേര് പടലം എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലേ. എന്നാൽ നേരെ മറിച്ച് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പുല്ല് ആലോചിക്കാം. നമ്മൾ ഒരു പുല്ല് നമ്മൾ ഇങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, എന്ത് കാണാൻ പറ്റും നമുക്ക്? യെസ്, നമ്മുടെ താഴേക്ക്, നമ്മുടെ സ്റ്റെമ്മിൽ നിന്ന് താഴേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരേപോലെയുള്ള കുറേ വേരുകൾ, വളരെ നേർത്ത കുറേ വേരുകൾ എന്ത് ചെയ്യാണ്? ഒരുമിച്ചൊരു ക്ലസ്റ്റർ പോലെ അല്ലേ, കുറേ ഒരു കൂട്ടം വേരുകൾ ഇങ്ങനെ ഒരേപോലെ വളർന്നിരിക്കുന്നത് കാണാം. അതിനെയാണ് നമ്മൾ ഫൈബർ പോലെ ആയതുകൊണ്ട് അതിനെയാണ് നമ്മൾ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം അഥവാ നാരുവേര് പടലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് റൂട്ട് സിസ്റ്റങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ലീഫിലേക്ക് വരുവാണെങ്കിൽ അവിടെയും ഇതേപോലെ നമുക്ക് രണ്ട് ടൈപ്പ് ആളുകളുണ്ട് അല്ലേ. നമ്മളിതാ ഒരു ഇല, ഉണങ്ങിയിട്ടുള്ള ഒരു ഇല നമ്മൾ ഇങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ കണ്ണികൾ അല്ലേ, ഇതാ ഇതുപോലെ ഒരു നെറ്റ്വർക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് കാണാം നമുക്ക്? ഇതേപോലെ നമുക്ക് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഇല്ലാതെ നമുക്ക് എന്ത് കാണാൻ പറ്റും? കണ്ണികൾ കാണാൻ പറ്റും. അങ്ങനെ നെറ്റ്വർക്ക് പോലെ കാണപ്പെടുന്ന അല്ലേ, നമ്മുടെ കിണറിനൊക്കെ നമ്മൾ നെറ്റ് ഇടാറില്ലേ, ആ നെറ്റ് നിങ്ങൾ ആലോചിക്കുക, അതേപോലെ കാണുന്ന, അതേപോലെ കണ്ണികളായിട്ട് കാണപ്പെടുന്ന ഇലകളെല്ലാം നമ്മൾ എന്ത് വിളിക്കുന്നത്? റെറ്റിക്കുലേറ്റ് വിനേഷൻ അഥവാ ജാലിക സിരാവിന്യാസം എന്ന് നമ്മൾ വിളിക്കുന്നത്. ദാ ഈ ടൈപ്പ് ഇലകൾ, ഈ ടൈപ്പ് ആലില അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ ഇല അല്ലെ, നമ്മുടെ ഹിബിസ്കസിന്റെ ഇലയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും മെയിൻ ആയിട്ട് ദാ ഇങ്ങനെ ഒരാളുണ്ടാവും, അതിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യാണ്? യെസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ എന്ത് പോവാണ്? കണ്ണികൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ റെറ്റിക്കുലേറ്റ് വിനേഷൻ അഥവാ ജാലിക സിരാവിന്യാസം എന്ന് വിളിക്കുന്നത്. എന്നാൽ നമ്മുടെ പുല്ലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? ദാ ഇവിടുന്ന് ഒരു കണ്ണി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തേക്ക് ഇങ്ങനെ പോവാണ് അല്ലെ. അതായത് സമാന്തരമായിട്ട് പാരലായിട്ടായിരിക്കും നമ്മുടെ ഇലയുടെ കണ്ണികൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ആ ടൈപ്പ് വിനേഷനെയാണ്, ഈ ഒരു ടൈപ്പ് ഇങ്ങനെ നേരെ നേരെ നേരെയുള്ള ഈ ഒരു ടൈപ്പ് വിനേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാരലൽ വിനേഷൻ അഥവാ സമാന്തര സിരാവിന്യാസം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ലീഫിന്റെ കേസിലും നമ്മൾ രണ്ടാളുകളെ പരിചയപ്പെട്ടു കഴിഞ്ഞു അല്ലെ. ഇനി നമുക്കുള്ളത് നമ്മുടെ കോട്ടിലിഡൻസ് അഥവാ ബീജപത്രങ്ങളാണ്. നമുക്കറിയാം ഒരു തൈച്ചെടി അല്ലെ, ഒരു വേര് മുളച്ചിട്ട് ഒരു ചെടി വരുന്ന സമയത്ത് അതിന് ഇലയൊന്നും ഉണ്ടാവില്ല. ഇല വരുന്നത് വരെ അതിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ട ഫുഡൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ബീജപത്രം, നമ്മുടെ കോട്ടിലിഡൻ ആണ് അല്ലെ. ആ കോട്ടിലിഡന്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് രണ്ട് ടൈപ്പ് ആളുകളുണ്ട്. മോണോകോട്ടിലിഡനസ് പ്ലാന്റ് അല്ലെങ്കിൽ മോണോകോട്സ് അല്ലെ, ഏക ബീജപത്ര സസ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ എന്താണ്? ഡൈകോട്ടിലിഡനസ് പ്ലാന്റ് അല്ലെ, അതായത് നമ്മുടെ ദ്വിബീജപത്ര സസ്യങ്ങളുണ്ട്. അപ്പൊ മോണോകോട്ടിലിഡനസ് പ്ലാന്റ് അല്ലെങ്കിൽ ഏക ബീജപത്ര സസ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? അതിനകത്ത് എത്ര ബീജപത്രങ്ങൾ, എത്ര കോട്ടിലിഡൻസ് ഉണ്ടാവും? ഒരൊറ്റ കോട്ടിലിഡൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ബീജപത്രം മാത്രമേ ഉണ്ടാവുള്ളൂ. ഏകം അല്ലെങ്കിൽ എന്താണ് മോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? യെസ്, വൺ എന്ന് പറയുന്ന ആ ഒരു മീനിങ് ആണ് അല്ലെ. ഇനി ദ്വിബീജപത്ര സസ്യം ഡൈകോട്ടിലിഡൻസ് എന്ന് പറയുന്ന സമയത്ത് ഡൈ അല്ലെ, ദ്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് ബീജപത്രങ്ങൾ,
ഓക്കെ, നമ്മളുടെ ഒരു ചെടി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ വിത്തൊക്കെ മുളച്ചു വരുന്ന തൈച്ചെടി നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് കോട്ടിലിഡൻസ് അല്ലെങ്കിൽ ബീജപത്രങ്ങൾ കാണാൻ പറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ ഡൈക്കോട്ടിലിഡൻസ് അല്ലെങ്കിൽ ദ്വിബീജപത്ര സസ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് മൂന്നും പരിചയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ചെടികളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതായത് ചെടികളുടെ ഈ മൂന്ന് കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം മിക്സ് ഇവിടെ ഒരു പിക്ചറിൽ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്ചർ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് മാർക്കും കിട്ടും. കാരണം ബൈഹാർട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിത് മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് പോവാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ രണ്ട് ടൈപ്പ് ചെടികൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ ഒരു വലിയ ചെടിയാണ്. വലിയ ചെടി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വൻമരമാണ് അല്ലെ. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഒരു പുൽച്ചെടി പോലെയുള്ള ഒരു ചെടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ലീഫും അതിന്റെ സ്റ്റെം അത് കഴിഞ്ഞിട്ട് അതിന്റെ റൂട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. സോ അതിനെ നമ്മൾ കോട്ടിലിഡന്റെ ബീജപത്രത്തിന്റെ എണ്ണവുമായിട്ട് ബന്ധപ്പെടുത്താൻ പോവാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ മോണോകോട്ടിലിഡനസ് പ്ലാന്റ് അല്ലെ, നമ്മളുടെ ഏക ബീജപത്ര സസ്യങ്ങളാണെങ്കിൽ അതിന്റെ ഇല നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും അത് എന്തായിരിക്കും, പാരലൽ വിനേഷൻ ആയിരിക്കും. ആൻഡ് അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. എന്നാൽ ഡൈക്കോട്ടിലിഡനസ് പ്ലാന്റ്, നമ്മളുടെ ഡൈക്കോട്സ് വൻമരങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ്വിബീജപത്ര സസ്യങ്ങൾ അല്ലെ. അപ്പൊ അതിന്റെ ഇല നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എപ്പോഴും റെറ്റിക്കുലേറ്റ് വിനേഷൻ ആയിരിക്കും. ആൻഡ് അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് എക്സാമ്പിൾ പഠിച്ചാൽ തന്നെ ബാക്കി രണ്ടാളുകളായിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏകബീജപത്ര സസ്യത്തിന് നിങ്ങൾ ഒരു എക്സാമ്പിൾ പഠിച്ചാൽ ആ എക്സാമ്പിൾ എന്തിന് ആപ്ലിക്കബിൾ ആണ്, സമാന്തര ശിലാവിന്യാസം കാണിക്കുന്ന സസ്യങ്ങൾക്ക്. അത് തന്നെയായിരിക്കും നാരുവേര് പടലത്തിന് നമ്മൾ പഠിച്ചിട്ടുള്ള എക്സാമ്പിളും. അതേപോലെ ദ്വിബീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അത് എവിടെ നോക്കിക്കഴിഞ്ഞാലും അതിന്റെ ഇല എന്ന് പറയുന്നത് ജാലികാ ശിലാവിന്യാസമായിരിക്കും. ആൻഡ് തായ് വേര് പടലമായിരിക്കും അതിന്റെ റൂട്ട് സിസ്റ്റം അഥവാ വേരുപടലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം, ഈ ഒരു പിക്ചർ വെച്ചിട്ട് അതല്ലെങ്കിൽ ഈ ഒരു ടേബിൾ വെച്ചിട്ട് സെയിം കാര്യം തന്നെയാണ് മിസ് എന്ത് ചെയ്തിട്ടുള്ളത്, ടേബിളിലേക്കും കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പൊ ഏത് നോക്കിയിട്ടാണെങ്കിലും ശരി അത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുക. അത് വെച്ചുകൊണ്ട് ഈ ഒരു കണക്ഷൻ പഠിച്ചു വെച്ചുകൊണ്ട്, ഈ ഒരു പിക്ചർ ആണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആവുമെന്ന് തോന്നുന്നു, അത് പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് ഒക്കെ ഉദാഹരണങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോന്നിനും സെപ്പറേറ്റ് പഠിക്കുന്നതിന് പകരം ഈ ഒരു കണക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് ആ സസ്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമ്മൾ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലും കൂടുതൽ കാര്യങ്ങൾക്കൊക്കെ മക്കൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ടാവും, പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സൈലത്തിന്റെ നമ്മുടെ പൃഥ്വി ബാച്ച് ഉള്ളത്. നമ്മുടെ 5ാം ക്ലാസ്സിലുള്ള മക്കൾക്കായിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ ഇപ്പോഴും നമ്മുടെ അഡ്മിഷൻ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കുറച്ച് സമയത്തേക്ക് മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്രയും പെട്ടെന്ന് തന്നെ മക്കൾ അഡ്മിഷൻ എടുക്കാത്ത ആളുകൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുത്തേക്കുക, പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തേക്കുക. അപ്പൊ മിസ്സിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ പഠിക്കാനായിട്ട് പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.